ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 61. വമിനൽ മുഹിമ്മി ഫി ഹാദൽ ഫന്നി, ഈ ഫന്നിൽ മുഹിമ്മായ വിഷയത്തിൽപ്പെട്ടതാണ് മഅരിഫത്തുൽ അസ്മാഇൽ മുജറദത്തി, കുഞ്ഞത്തുകളെയും ലഖബുകളെയൊക്കെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതായ അസ്മാഉകൾ. റാവികളുടെ പേരുകൾക്ക് കുഞ്ഞത്തോ ലഖബോ ഒന്നും ഇല്ല, അങ്ങനത്തെ റാവികളുടെ പേരുകൾ അറിയുക. വഖദ് ജമഅഹ, ആ പേരുകളെ ഒരുമിച്ച് കൂട്ടി ജമാഅത്തുൻ മിനൽ അഇമ്മ, അഇമ്മത്തുകളിൽ നിന്ന് ഒരു സംഘം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വമിൻഹും, അഇമ്മത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മൻ ജമഅഹ, ആ പേരുകളെ ഒരുമിച്ച് കൂട്ടിയവർ ബി ഗൈരി ഖൈദിൻ, ഖൈദ് കൂടാതെ ഒരുമിച്ച് കൂട്ടി. ഖൈദ് കൂടാതെ എന്ന് പറഞ്ഞാൽ പിന്നെ സിഖാത്തുകളെന്നോ അല്ലെങ്കിൽ ളഅഫാകളെന്നോ അല്ലെങ്കിൽ മജ്റൂഹീങ്ങളെന്നോ അല്ലെങ്കിൽ ഇന്ന കിതാബെന്നോ ഒന്നൊന്നും ഖൈദ് കൊടുക്കാതെ, ഇപ്പം ബുഖാരിയിലെ റാവികൾ അല്ലെങ്കിൽ മുസ്ലിമിലെ റാവികൾ, ഇങ്ങനെ മുജറത്തായ അസ്മാകളുള്ള റാവികൾ എന്നൊന്നും ഖൈദ് കൊടുക്കാതെ മൊത്തത്തിൽ അസ്മാഉൽ മുജറദത്തുള്ള റാവികളെ ഒരുമിച്ച് കൂട്ടിയ അയിമത്ത് ഉണ്ട്. ഏതുപോലെ കബിന് സഅദിൻ ഫി തബഖാത്തി, ഇബ്നു സഅദ് റഹിമഹുല്ലാ തബഖാത്തിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വബിൻ അബി ഖൈസമ വൽ ബുഖാരി ഫി താരീഖിഹിമ, അവർ രണ്ടുപേരുടെയും താരീഖിൽ ഇബ്നു അബി ഖൈസമയും ബുഖാരി റഹിമഹുല്ലാ അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വബിൻ അബി ഹാത്തം ഫിൽ ജറഹി വത്തഅദീൽ, ജറഹി തഅദീൽ എന്ന പേരുള്ള ഇബ്നു അബി ഹാത്തം തങ്ങളുടെ കിതാബിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വമിൻഹും, അതുപോലെ തന്നെ അയിമ്മത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മൻ അഫ്റദ തിഖാത്തി, മൻ അഫ്റദ തിഖാത്ത, തിഖാത്തുകളെ ഒരുമിച്ച് കൂട്ടിയ. ഏതുപോലെ കൽ ഇജ്ലി, പിന്നെ സിഖാത്തുകളായ റാവികളെ, ഈ മുജറദത്തായ പേരുള്ള സിഖാത്തുകളായ റാവികളെ മാത്രം ഒരുമിച്ച് കൂട്ടിയ അയിമത്ത്. കാരണം അവരാണല്ലോ റിവായത്തിലെ മഖ്സൂദ്. അതുകൊണ്ട് കാരണം ആരെ പോലെ കൽ ഇജ്ലി, ഇജ്ലി ഇമാമിനെ പോലെ. വബിനി ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ വബിനി ഷാഹീൻ റഹിമഹുമുല്ലാ, ഇവരെയൊക്കെ പോലെ. ഇവരൊക്കെ അങ്ങനെ സിഖാത്തുകളെ മാത്രം ഒരുമിച്ച് കൂട്ടിയവരാണ്. വമിൻഹും മൻ അഫ്റദൽ മജ്റൂഹീന, മജ്റൂഹീങ്ങളായ റാവികളെ തനിപ്പിച്ചവർ അയിമത്തുകളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ കബിനി അദിയിൻ വബിനി ഹിബ്ബാനിൻ ഐലൻ, ഇബ്നു അദിയിനെയും ഇബ്നു ഹിബ്ബാനിനെയും പോലെ. ഐലൻ വീണ്ടും ഇബ്നു ഹിബ്ബാൻ സിഖാത്തുകളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മജ്റൂഹീങ്ങളെയും പിന്നെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വമിൻഹും മൻ തഖയ്യദ ബി കിതാബിൻ, എന്നാൽ അയിമത്തുകളുടെ കൂട്ടത്തിലുണ്ട് പിന്നെ ഖൈദ് എടുത്തുള്ള റാവികളെ ഒരുമിച്ച് കൂട്ടിയവർ. ബി കിതാബിൻ മഖ്സൂസിൻ, പ്രത്യേകമാക്കപ്പെട്ട ഒരു കിതാബ് കൊണ്ട് ഖൈദ് കൊടുത്തവർ. എന്നിട്ട് ആ കിതാബിലെ റിജാലുകളുടെ പേരുകൾ ഒരുമിച്ച് കൂട്ടി. ഏതുപോലെ റിജാലുൽ ബുഖാരി, ബുഖാരിയിലെ റിജാലുകളെ പോലെ. ആർക്ക് ലി അബി നസ്രിൽ കലാബാദി എന്നവർക്കുള്ള കിതാബ്. പിന്നെ അതുപോലെ റിജാലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിജാലുകളെ ഒരുമിച്ച് കൂട്ടിയ പോലെ. ആർക്ക് ലി അബി ബക്കർ ബിൻ മഞ്ജൂയ, അബൂബക്കർ ബിൻ മഞ്ജൂയ എന്നവർക്ക്. പിന്നെ വരിജാലിഹിമ, അതുപോലെ ബുഖാരിയിലെയും മുസ്ലിമിലെയും റിജാലുകളെ ഒരുമിച്ച് കൂട്ടി അതേപോലെ മഅൻ, ഒരുമിച്ച്. ആരാണ് ഒരുമിച്ച് കൂടല്? അബുൽ ഫദ്ൽ ഇബ്നു താഹിർ, അബുൽ ഫദ്ൽ ഇബ്നു താഹിർ എന്നവർക്കുള്ള കിതാബ് പോലെ. അതുപോലെ റിജാലി അബീദാവൂദ, അബൂദാവൂദിലെ റിജാലുകളെ
ഒരുമിച്ച് കൂട്ടിയവരെ പോലെ. ആർക്ക്? ലി അബി അലിയിൽ ജിയാനി അബി അലിയിൽ ജിയാനി എന്നവർ അബൂദാവൂദിലെ റിജാലുകളെ ഒരുമിച്ച് കൂട്ടി. വഖദ ഇപ്രകാരം തന്നെ റിജാലു തുർമുദി വ റിജാലു നസായി ലി ജമാഅത്തി മിനൽ മഗാരിബത്തുകളായ അയിമ്മത്തുകൾ, ഒരു വിഭാഗം അയിമ്മത്തുകൾക്ക് പിന്നെ നസായിയുടെയും തുർമുദിയുടെയും റിജാലുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ റിജാലി സിത്ത, സിയാഹ് സിത്തയുടെ റിജാലുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സിത്ത എന്ന് പറഞ്ഞാൽ സഹീഹൈനി അബൂ ദാവൂദ വ തുർമുദി വ നസായി വ ഇബ്നു മാജ. സഹീഹൈനിയും പിന്നെ അബൂ ദാവൂദും തുർമുദിയും നസായി ഇബ്നു മാജയും അടക്കം ഉള്ള സിയാഹ് സിത്ത. ആർക്കാണത്? ലി അബ്ദുൽ ഗനിയിൽ മഖ്ദസി എന്നവർക്കാണ് ഇങ്ങനെ ഈ 6 കിതാബുകളിലെയും ഇങ്ങനെ മുജറദായ അസ്മാകളുള്ള റാവികളുടെ പേരുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഏത് കിതാബിലാണത്? ഫി കിതാബിൽ കമാൽ. അബ്ദുൽ ഗനിയിൽ മഖ്ദസി എന്നവരുടെ കമാൽ എന്ന കിതാബിലാണ് അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. സുമ്മ ഹദ്ദബഹുൽ മുസ്സിയു, പിന്നെ ഇമാം മുസ്സി റഹ്മഹുള്ള പിന്നെ ആ കിതാബിനെ ഒന്നുകൂടെ സംസ്കരിച്ചു. എന്തിലായിട്ട്? ഫി തഹ്ദീബിൽ കമാൽ എന്ന് പറയുന്ന ഒരു കിതാബിലേക്ക്. എന്നിട്ട് ഖദ് ലഖസ്തുഹു, പിന്നെ തങ്ങൾ പറയാണ്, ഞാൻ ആ തഹ്ദീബുൽ കമാൽ എന്ന കിതാബിനെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ചുരുക്കി. എന്നിട്ട് വസിത്തു അലൈഹി, എന്നിട്ട് അതിൻ്റെ മേൽ ഞാൻ കൂട്ടിക്കൊടുത്തു. അശിയാൻ കസീറത്തൻ, ധാരാളം കാര്യങ്ങൾ കൂടി കൂട്ടിക്കൊടുത്തു. എന്നിട്ട് വസമ്മൈതുഹു, ഞാൻ അതിന് പേര് വെച്ചു തഹ്ദീബ് എന്ന് പേര് വെച്ചു. വജാ, ആ തഹ്ദീബ് വന്നു. മഅസ്തമല അലൈഹി, അതിൻ്റെ മേൽ ഇഷ്തിമാലായ ഒന്നോടുകൂടെ, ആ മുസ്തമിലായ എന്തിനാൽ? മിന സിയാത്തിനാൽ. അപ്പോൾ അതിൻ്റെ മേൽ കൂട്ടിക്കൊടുത്തതോടുകൂടെ അവിടെ ആ തഹ്ദീബ് എന്ന കിതാബ് വന്നു. ഖദറ സുലുസിൽ അസ്ലി കിതാബാകുന്ന പിന്നെ കമാൽ, അബ്ദുൽ ഗനിയിൽ മഖ്ദസിയുടെ കമാൽ എന്ന കിതാബിൻ്റെ 1/3 ഖദറോളം എന്ത് ചെയ്തിട്ടുണ്ട്? തഹ്ദീബ് എത്തിയിട്ടുണ്ട്. മിനൽ മുഹിമ്മി ഐലൻ, വീണ്ടും മുഖ്യമായ വിഷയത്തിൽപ്പെട്ടതാണ് ഈ പന്നിലെ മഅരിഫത്തുൽ അസ്മാഇൽ മുഫ്രദത്തി, മുഫ്രദായ അസ്മാകളെ അറിയുക. മുഫ്രദായ അസ്മാകൾ എന്ന് പറഞ്ഞാൽ ഈ പേര് മറ്റാൾക്കും ഇല്ല, ആർക്ക് മാത്രമേ ഉള്ളൂ? ആ റാവിക്ക് മാത്രമേ ഉള്ളൂ ആ പേര്, ആ പേരിലുള്ള മറ്റൊരാളില്ല. അങ്ങനത്തെ മുഫ്രദായ അസ്മാകൾ. മുഫ്രദായി മാലാ യൂജദു മുസമ്മൻ ആഖറു ബിഹി ബൽ മുൻഫരിദുൻ ബിഹാദൽ ഇസ്മി എന്ന്. ഈ പേര് മറ്റൊരു മുസമ്മയ്ക്ക് ഇല്ല, ഈ പേര് കൊണ്ട് ആ റാവി മുൻഫരിദാണ്. അങ്ങനത്തെ അസ്മാകളെ അറിയാം. വഖദ് സന്നഫ ഫീഹ, അങ്ങനത്തെ മുഫ്രദായ അസ്മാകളെ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഗ്രന്ഥരചന നടത്തിയാർ അൽ ഹാഫിദ് അബൂബക്കർ അഹ്മദ് ബിൻ ഹാറൂനിൽ ബർദീജി എന്ന് പറയുന്ന മഹാൻ. ഫദക്കറ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഷിയാൻ കസീറത്തൻ, ധാരാളം കാര്യങ്ങൾ ആ കിതാബിൽ പറഞ്ഞു. എന്നിട്ടോ തഅഖബു അലൈഹി ബഅലഹ, ആ ബർദീജി എന്നവരുടെ മേൽ എത്റാദ് ചെയ്തു. ബഅലഹ, ആ കാര്യങ്ങളിൽ ചിലതിന്. അപ്പോൾ പേരുകൾ ഒരുമിച്ച് കൂട്ടിയ മുഫ്രദായ അസ്മകളാണെന്ന് പറഞ്ഞു ഒരുമിച്ച് കൂട്ടിയ ചില അസ്മകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബർദീജി എന്നവരുടെ മേൽ എത്റാദ് ചെയ്തിട്ടുണ്ട്. വമിൻ ദാലിക എന്ന് പറഞ്ഞാൽ ആ ചില പേരുകൾ വെറും മുഫ്രദായ പേരല്ല, അത് പോലത്തെ പേരുള്ള മറ്റാളുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്റാദ് ചെയ്തു എന്നാണ് പറഞ്ഞത്. വമിൻ ദാലിക, അങ്ങനെ ഈ ബർദീജി എന്നവർ ഒരുമിച്ച് കൂടുകയും ആ പേരിൽ എത്റാദ് വരികയും ചെയ്ത പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഖൗലുഹു, ഈ ബർദീജി എന്നവരുടെ വാക്ക്. സുഗ്ദീബിന് സിനാൻ, സുഗ്ദി അഹദുൽ ളുഅഫാക്കളിൽ ഒരാളാണ്. ഇത് സുഅദി ഇബ്നു സിനാൻ
എന്ന് ബർദീജി എന്നവർ പറഞ്ഞു. വഹുവ ഈ സുഹൃദി എന്നത് ബി ലമ്മി സ്വാദിൽ മുഹമ്മലത്തി പുള്ളിയില്ലാത്ത സ്വാദ്, വാദല്ല സ്വാദ്. വഖദ് തുബദ്ദലു സീനൻ ചിലപ്പോ എന്ത് ചെയ്യും സീനൻ മുഹമ്മലത്തൻ പുള്ളിയില്ലാത്ത സീനായിട്ട് ചിലപ്പോ അതിനെ പകരമാക്കി പറയലുണ്ട്, സുഹൃദി എന്ന് പറയലുണ്ട്. അതുപോലെ തന്നെ സുക്കൂനിൽ ഗൈനിൽ മുഅ്ജമത്തി പുള്ളിയുള്ള ഗൈനിന് സുക്കൂനോടുകൂടെ സുഹൃദി. ബഅദഹ ആ ഗൈനിന് ശേഷമുണ്ട് ദാലുൻ മുഹമ്മലത്തുൻ പുള്ളിയില്ലാത്ത ദാലും ഉണ്ട്. സുമ്മ യാഉൻ പിന്നെ ഒരു യാവും, അത് യാ ഇൻ നസബി നിസ്ബയുടെ യാ പോലത്തെ യാ ആണ് എന്ന യഥാർത്ഥത്തിൽ നിസ്ബ അല്ല. വഹു അത് ഇസ്മു അലമിൻ ബി ലഫ്ളിൻ നസബി നസബയുടെ ലഫ്ള് കൊണ്ടുള്ള ഇസ്മലമാണ് പേര് സുഹൃദി എന്നുള്ളത്. വലൈസ ഹുവ ഫർദൻ ആ പേര് എന്തല്ല ഫർദല്ല, തനിച്ച ഇസ്മല്ല, മറ്റാർക്കും ഇല്ലാത്ത ഒരു പേരല്ല, വേറൊരു ഷഖ്സിനും ഇല്ലാത്ത മുഫ്രദായ ഷഖ്സിന് മാത്രം ഉള്ള പേരല്ല. അത് അലമിന്റെ അൻവാകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നൗ മാത്രമാണ്. അപ്പൊ അതേ പേരുള്ള ഫർദുകൾ വേറെ ഉണ്ട് എന്നർത്ഥം. അപ്പോ ഈ സുഹൃദി ഇമാം എന്ത് ചെയ്തു, അത് മുത്തലഖൻ പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിനെ ആ പേര് പറഞ്ഞതിനെ അവരെന്ത് ചെയ്തത്, ഇത്റാദ് ചെയ്തത്. അപ്പോ ഫൊഫിൽ ജറഹി വ തഅദീലി ജറഹ് തഅദീലിലുണ്ട് ആർക്ക് ലിബ്നി അബി ഹാത്തം ഇബ്നി അബി ഹാത്തം എന്നവർക്കുള്ള ജറഹ് തഅദീലില് ഉണ്ട് എന്ത് സുഹദിൽ കൂഫി എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഉണ്ട്. വസഖഹു ഇബ്നു മഈൻ എന്നവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സുഹദിൽ കൂഫിയെ എന്ത് ചെയ്തിട്ടുണ്ട്, സിഖത്താക്കിയിട്ടുമുണ്ട്. എന്നിട്ട് ഫറഖ ഈ ഇബ്നു അബി ഹാത്തം എന്നൊരു ഫർക്കും പറഞ്ഞു ബൈനഹു ഈ സുഹദിൽ കൂഫിയുടെയും ബൈനല്ലദീ ഖബലഹു മുമ്പ് പറഞ്ഞ ഈ ബർദീജി എന്നവർ പറഞ്ഞ സുഹദിയുടെ ഇടയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഫർക്ക് പറയുകയും ചെയ്തു. എന്നിട്ട് ഫളഅഫഹു ഈ ബർദീജി പറഞ്ഞ സുഹൈദ് ഇബ്നു സിനാൻ എന്നവരെ ഇബ്നു അബി ഹാത്തം എന്നവർ ലൈഫാക്കിയിട്ടും ഉണ്ട്. വഫി താരീഖുൽ ഉഖൈലി എന്ന ഉഖൈലി എന്നവരുടെ താരീഖിലുണ്ട് സുഹദ് ബിൻ അബ്ദുല്ല സുഹദീബിന് അബ്ദുല്ല എന്ന പേരുള്ള ഒരു റാവി യർവി അൻ ഖത്താദ റളിയല്ലാഹു അൻഹു തൊട്ട് അവർ റിവായത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒന്ന് ഉഖൈലിയുടെ താരീഖിലുണ്ട്. ഖാലൽ ഉഖൈലി എന്നിട്ട് ഉഖൈലി പറഞ്ഞു ഹദീസുഹു ഈ സുഹദീബിന് അബ്ദുല്ല എന്നവരുടെ ഹദീസുഹു വൈറു മഹ്ഫൂദിൻ അത് മഹ്ഫൂദ് അല്ലാത്ത ഹദീസാണ് എന്ന് പറയുകയും ചെയ്ത് ഇന്തഹ. അപ്പോ താരീഖ് ഉഖൈലിയുടെ അവസാനിച്ചു. വ അളുന്നുഹു ഈ ഉഖൈലിയുടെ താരീഖിലുള്ള ഈ സുഹദ് ബിൻ അബ്ദുല്ല എന്നവരെ ഞാൻ വിചാരിക്കുന്നത് തങ്ങൾ പറയാണ് ഹുവല്ലദീ ദക്കറഹു ഇബ്നു അബി ഹാത്തം ഇബ്നു അബി ഹാത്തം എന്നവർ പറഞ്ഞ സൂദിൽ കൂഫി എന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സൂദിൽ കൂഫി എന്നവരെ ഇബ്നു മഈൻ എന്നവർ ഇവിടെ സിഖത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഉഖൈലി ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ സുഹദ് ഇബ്നു അബ്ദുല്ല എന്ന് പറഞ്ഞവരുടെ ഹദീസ് ഗൈറു മഹ്ഫൂദ് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു തങ്ങൾ പറയാണ് ഇബ്നു അബി ഹാത്തം പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് ഈ സുഹദ് ഇബ്നു അബ്ദുല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ ഈ ഉഖൈലി എന്നവർ ഇവരെ ലൈഫാക്കിയത് അങ്ങനെയാണ്. അതാ അമ്മ കൗനുൽ ഉഖൈലി ദക്കറഹു ഫിൽ ളുഅഫാഇ അപ്പൊ ഈ ഉഖൈലി എന്നവര് അദ്ദേഹത്തെ ളുഅഫാകളുടെ കൂട്ടത്തിൽ പറഞ്ഞതോ അത് ആക്കിയത് ഫഇന്നമാ ഹുവ ലിൽ ഹദീസില്ലദീ ദക്കറഹു അൻഹു ആ ഉഖൈലിയെ തൊട്ട് ആ സുഹദി എന്നവരെ തൊട്ട് ഉഖൈലി ഇമാം
പറഞ്ഞ ഹദീസിലേക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, അത് ഗൈറു മഹ്ഫൂദാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് വഈഫാക്കിയത്. അല്ലാതെ വലൈസത്തിൽ ആഫത്ത് മിൻഹു, അല്ലാതെ എന്തല്ല, ഈ സുഹൃതിയിൽ നിന്നല്ല അവിടെ ലൊഅഫിന്റെ ആഫത്ത് വന്നിട്ടുള്ളത്. ബൽ ഹിയ മിനർ റാവി അൻഹു, ആ സുഹൃതിയെ തൊട്ട് റിവായത്ത് ചെയ്ത റാവിയിൽ നിന്നാണ് ആ ലൊഅഫിന്റെ ആഫത്ത് ഉണ്ടായിട്ടുള്ളത്. ആ റാവി ആരാണ്? ഇനി അംബസത്ത ബിൻ അബ്ദുറഹ്മാൻ. അപ്പൊ ഈ സുഹൃദി കൂഫി എന്നവരെ തൊട്ട്, അല്ലെങ്കിൽ പിന്നെ ഉഖൈലി പറഞ്ഞ സുഹൈദ് ബിൻ അബ്ദില്ല എന്നിവരെ തൊട്ട് അംബസത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്നവര് റിവായത്ത് ചെയ്തപ്പോ ആ അംബസത്ത് എന്ന റാവിയിലാണ് എന്ത് ചെയ്തത്, ലൊഅഫിന്റെ ആഫത്തുള്ളത്. അങ്ങനെ അത് നോക്കിയിട്ടാണ് ഉഖൈലി ഇമാം എന്ത് ചെയ്തത്, അത് ഗൈറു മഹ്ഫൂദാണ്, അപ്പൊ ലൊഅഫാകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെ എണ്ണിയത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇബ്നു ഹാത്തം പറഞ്ഞ സുഹ്ദി കൂഫിയും ഈ സുഹൈദ് ബിൻ അബ്ദില്ല എന്നവരും ഒന്ന് തന്നെയാണ് എന്ന. വല്ലാഹു അലം. അപ്പം ചുരുക്കത്തിൽ ഈ ബർദീജി ഇമാം പറഞ്ഞ സുഹ്ദി ഈ മുഫറദായ ഷഖ്സാണ് എന്ന് പറഞ്ഞതിൽ ഉലമാക്കൾ എന്ത് ചെയ്ത് ഇത്റാദ് ചെയ്തു എന്നാണ് ഇപ്പം പറഞ്ഞത്. അതുപോലെ ഒമീൻ ദാലിക അങ്ങനത്തെ മുഫറദായ ഇസ്മിൽപ്പെട്ടതാണ് സന്ദർ ബിൽ മുഹ്മലത്തി, പുള്ളിയില്ലാത്ത സീന്, വൻ നൂനി, നൂനുണ്ട്, സന്ദർ ബി വസിനി ജാഫർ വസനിലെ സന്ദർ. വഹുവ, ഈ സന്ദർ എന്നവർ മൗല സിംബാഇൽ ജുദാമി എന്നവരുടെ മൗലയാണ്. ലഹു സുഹബത്തുൻ വ റിവായത്തുൻ, അദ്ദേഹത്തിന് എന്തുണ്ട്, സുഹബത്തും റിവായത്തും ഒക്കെ ഉള്ള ആളാണ് ഈ സന്ദർ എന്നവർ. വൽ മഷ്ഹൂർ അന്നഹു യുക്കന്ന അബാ അബ്ദില്ല, അദ്ദേഹത്തിന് അബാ അബ്ദില്ല എന്ന് കുഞ്ഞത്തായിട്ട് വിളിക്കപ്പെടുന്ന ആളാണ്. വഹുവ ഇസ്മു ഫർദിൻ, ഈ സന്ദർ എന്നുള്ളത് ഒരു മുഫറദായ വ്യക്തിയുടെ പേരാണ്. ലം യതസമ്മ ബിഹി വൈറുഹു, ആ പേര് കൊണ്ട് മറ്റൊരാള് പേര് സിദ്ധിച്ചിട്ടില്ല. ഫീമാൻ ആലമു, നമ്മുടെ അറിവില് അങ്ങനെ ഒരു പേര് ഉണ്ടായിട്ടില്ല മറ്റൊരാൾക്ക്. ലാക്കിൻ, പക്ഷേ ദക്കറ അബൂ മൂസ എന്നവർ പറഞ്ഞു, ഫി ദൈരി അല മഅരിഫത്തി സഹാബ, മഅരിഫത്തു സഹാബ ആർക്കുള്ള, ഇബ്നു മന്ദക്കുള്ള മഅരിഫത്തു സഹാബ, അല്ല, മഅരിഫത്തു സഹാബയുടെ ദൈല്, ആ ദൈലില് ആര് പറഞ്ഞു? അബൂ മൂസ എന്നവർ പറഞ്ഞു. മഅരിഫത്തു സഹാബ ആരുടെയാണ്? ഇബ്നു മന്ദ എന്നവരുടെ മഅരിഫത്തു സഹാബയ്ക്ക് ദൈലായിട്ട് എഴുതിയ കിതാബ്, ആ കിതാബ് ആരുടെയാണ്? അബൂ മൂസ എന്നവരാണ്. അതിലെന്ത് ചെയ്തു? മഹാൻ പറഞ്ഞു, എന്താ പറഞ്ഞ, സന്ദർ എന്നത് അബുൽ അസ്വദ് എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അബാ അബ്ദില്ല എന്നാ കുഞ്ഞത്തായിട്ട് പറഞ്ഞത്. ഇതിൽ പറയുന്നത് ഈ സന്ദർ എന്നുള്ളത് അബുൽ അസ്വദ് എന്നുള്ള കുഞ്ഞത്തുള്ള ആളാണെന്ന്. ലഹു, എന്നിട്ട് ഈ അബൂ മൂസ എന്നവർ ഈ സന്ദർ എന്നവർക്ക് റിവായത്ത് ചെയ്ത് ഒരു ഹദീസിനെ റിവായത്ത് ചെയ്യുകയും ചെയ്തു. വതഅഖബ അലൈഹി, അബൂ മൂസ എന്നവരുടെ മേലെ ഇത്റാദ് ചെയ്തു ദാലിക, ഈ സന്ദറിനെ ഇബ്നു മന്ദ പറഞ്ഞതല്ലാത്തതായ സന്ദറാണ് എന്ന് പറഞ്ഞതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്റാദ് ചെയ്തു. എന്തുകൊണ്ട് ഇത്റാദ് ചെയ്തു?
ബി അന്നഹു ഹുവല്ലദീ ദക്കറഹു ഇബ്നു മന്ദ. ആ ഇബ്നു മന്ദ പറഞ്ഞ തന്നെ പിന്നെ സന്ദറാണ് ഇത് ഈ സന്ദർ. പിന്നെ വഖദ് ദക്കറൽ ഹദീസൽ മദ്കൂറ, ആ പറയപ്പെട്ട ഹദീസിനെ റിവായത്ത് ചെയ്തു മുഹമ്മദ് ബിൻ റബീഇൽ ജീസി. മുഹമ്മദ് ബിൻ റബീഇൽ ജീസി എന്നവർ ആ ഹദീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു. എവിടെ? ഫി താരീഖ് സ്വഹാബ, സ്വഹാബത്തിന്റെ താരീഖിൽ. അല്ലദീന, എങ്ങനത്തെ സ്വഹാബത്താണ്? നസലു മിസ്ര, മിസ്റിലിറങ്ങിയ സഹാബത്തിന്റെ താരീഖ് പറഞ്ഞ കൂട്ടത്തിൽ ഈ സന്ദർ എന്നവരെ തൊട്ട് പിന്നെ അബു മൂസ എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റവാലഹു ഹദീസ് എന്ന് പറഞ്ഞല്ല, ആ ഹദീസിനെ ഈ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, താരീഖിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? ഫി തർജിമത്തി സന്ദർ മൗല സിംബാ. ഉണ്ടോ? സിംബാന്റെ മൗലയായ സന്ദറിന്റെ തർജിമയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ആദ്യം പറഞ്ഞ പിന്നെ അബാ അബ്ദുള്ള എന്ന് പറഞ്ഞ കുഞ്ഞത്ത് തന്നെയാണ് എന്ത് ഈ പറഞ്ഞ ഇബ്നു മന്ദ പറഞ്ഞ സന്ദറിന്റെയും കുഞ്ഞത്ത് എന്നാണ് മനസ്സിലാകുന്നത്. അബു അസ്ബദ് എന്ന് പറഞ്ഞതല്ല ശരി. അപ്പം അബു മൂസ എന്നവര് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇത്റാദ് ചെയ്യാണ്. കാരണം ആ ഇത്റാദിനൊരു ഉപപരകമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ താരീഖ് സഹാബയിൽ ഈ പറഞ്ഞ പിന്നെ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സന്ദർ മൗല സിംബാന്റെ മൗലയായ സന്ദറിന്റെ തർജ്ജിമയിലാണ് ആ പറഞ്ഞ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ എന്തായി, ഈ പിന്നെ അബുൽ അസ്വദ് എന്ന് പറയുന്നതും അബാ അബ്ദുല്ല എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണെന്ന് മനസ്സിലായി. രണ്ടാക്കി പറഞ്ഞ പിന്നെ അബു മൂസ എന്നവർ അതിന്റെ ദലീൽ പറഞ്ഞത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. വഖദ് ഹറർതു ദാലിക, അങ്ങനെ ഈ താരീഖ് സഹാബയിൽ ഇത് ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതിനെ ഞാൻ എന്ത് ചെയ്തു, തഹരീർ ചെയ്തു ഫി കിതാബി, എന്റെ കിതാബിൽ, ഫി സഹാബ അൽ ഇസാബ ഫി തമീസ് സഹാബ എന്ന കിതാബിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഈ പറഞ്ഞതിനെ തഹരീറാക്കിയിട്ടുണ്ട്. വഖദ, ഇപ്രകാരം തന്നെ മഅരിഫത്തുൽ കുനൽ മുജറദത്ത്, മുജറദായ കുഞ്ഞത്തുകളെ അറിയാം, വൽ മുഫ്രദത്തി, മുഫ്രദത്തുമായ. അവിടെ കേട്ടോ ബാക്കി പിന്നെ